മിണ്ടാതെ വരാൻ നോക്ക്. ചേട്ടന്മാർക്ക് കുറച്ച് ജോലിയുണ്ട്. നീ ഇവിടെ നിന്ന് ഒച്ചയുണ്ടാക്കിയാലും രക്ഷപ്പെടാൻ നോക്കിയാലും നിനക്കത് പറ്റില്ല മോളെ. ഒരുത്തനും വരില്ല നിന്നെ രക്ഷിക്കാൻ, ശക്തി പുച്ഛത്തോടെ പറഞ്ഞു. നികി പിടിച്ചോണ്ട വാടാവളെ. നികി അവളുടെ കയ്യിൽ പിടിച്ചതും സർവ്വശക്തിയും ഉപയോഗിച്ച് അവൾ അവനെ തള്ളി മാറ്റി ലിഫ്റ്റിന്റെ അടുത്തേക്ക് ഓടി. എന്തോ കാഴ്ച കണ്ട് നിൽക്കുവാടാ, പോയി പിടിക്കടാ പന്ന മോളെ. അവൾ അവരെ തിരിഞ്ഞു നോക്കി മുന്നോട്ട് ഓടിയതും ലിഫ്റ്റ് തുറന്നത് ഒരുമിച്ചായിരുന്നു. അവന്റെ ദൃഢമായ നെഞ്ചിൽ അവൾ തട്ടി നിന്നു. അടുത്ത നിമിഷം പുറകോട്ട് വേച്ചു വീഴാൻ പോയതും ഇടുപ്പിലായി ചുറ്റിപ്പിടിച്ച് അവളെ നേരെ നിർത്തിയിരുന്നു അവൻ. അവന്റെ കണ്ണുകൾ ദേഷ്യമായിരുന്നു, മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. ആ നിമിഷം കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. ആരെയും ഭയപ്പെടുത്തുന്ന മുഖത്തോടെ തലയുയർത്തി തല്ലാനായി കൈ ഉയർത്തിയതും അവളുടെ മുഖത്തേക്ക് നോക്കിയതും ഒരുമിച്ചായിരുന്നു. അവളെ കണ്ട നിമിഷം അവന്റെ ദേഷ്യം ശാന്തമായി മാറി. ആ കാപ്പിക്കണ്ണുകളിൽ അത്ഭുതത്തിന്റെ സന്തോഷത്തിന്റെയും നീർമുത്തുകൾ താഴേക്ക് പതിച്ചിരുന്നു. അവൻ ചുറ്റും നടക്കുന്നത് എന്താണെന്ന് പോലും മനസ്സിലാകാതെ അവളെന്ന ലോകത്ത് അകപ്പെട്ടു പോയിരുന്നു. ആ നിമിഷം ഹൃദയത്തിൽ അവളുടെ പേര് മന്ത്രിച്ചു, ശ്രീഭദ്ര. ഉള്ളിൽ നുരഞ്ഞു പൊങ്ങുന്ന വികാരം പ്രണയമാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അവനിൽ ആ നിമിഷം. എന്നാൽ അവന്റെ ആ ഭാവം കണ്ണുകൾ ഇറുക്കി അടച്ച് കവളിനെ സ്വന്തം കൈയാൽ പൊതിഞ്ഞു നിൽക്കുന്ന പെണ്ണിനെ കാണെ പേരറിയാത്ത വികാരം അവനിൽ ആ നിമിഷം ഉടലെടുത്തു. അവളെ കാണെ അവന്റെ വികാരം അവനെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി പോയിരുന്നു. 7 വർഷം കഴിഞ്ഞു. ഈ മുഖം ഒന്ന് കാണാൻ കൊതിച്ചിരുന്നു. വേണ്ട, ഇവൾ മറ്റൊരുവന് സ്വന്തമാണ്, പാടില്ല. മനസ്സിലെ പറഞ്ഞു പഠിപ്പിക്കാൻ അവൻ ഒരുപാട് പാടുപെട്ടിരുന്നു. ആ നിമിഷം അത് എത്രത്തോളം അവന്റെ മനസ്സിലെ മാറ്റിയെടുക്കും എന്ന് അവന് പോലും അറിയാൻ കഴിഞ്ഞിരുന്നില്ല. പ്രണയം അത് വല്ലാത്തൊരു വികാരം തന്നെയാണ്. മറക്കാൻ ശ്രമിക്കും തോറും മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു തരം വികാരം. അവളുടെ മുഖത്തെ നിഷ്കളങ്കത അവനെ അത്രമേൽ അടിമപ്പെടുത്തിയിരുന്നു. ഏത് ചെകുത്താനെ മനുഷ്യനാക്കാൻ കെൽപ്പുള്ള പെണ്ണ്. അവന് അവന്റെ മാറ്റത്തിൽ ഒരു വേള അത്ഭുതം തോന്നി. എന്തോ ഓർത്ത പോലെ തല കുടഞ്ഞു പോയി. നോക്കി നിൽക്കാതെ പോയി പിടിച്ചോണ്ട വാടാ അവളെ. ശക്തിയുടെ അലർച്ചയായിരുന്നു അഗ്നിയുടെ നോട്ടം അവളിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. മുന്നിൽ പൂച്ചക്കുട്ടിയെ പോലെ വിറച്ചു നിൽക്കുന്ന പെണ്ണ്. അവൻ അവളുടെ കൈ കവളിൽ നിന്ന് പിടിച്ചു മാറ്റി ഒരു കൈയാൽ പിടിച്ച് തന്റെ പിന്നിലായി നിർത്തിയിരുന്നു. അവൾ പകച്ച് അവനെ നോക്കിയതും, പേടിക്കണ്ട, ഞാൻ നിന്റെ ശത്രുവല്ല, നിന്റെ മിത്രമാണ്. അവന്റെ കൈക്കുള്ളിൽ അവളുടെ കുഞ്ഞി കൈ ഭദ്രമായിരുന്നു. അവളെ പിന്നിലേക്ക് മാറ്റി നിർത്തി അവൻ അവർക്ക് നേരെ മുഖമുയർത്തിയതും ശക്തിയും നിഖിലും ഒഴിച്ച് ബാക്കിയുള്ളവർ ഒരടി പിന്നിലേക്ക് മാറിയിരുന്നു. അവരുടെ ഉള്ളങ്കാൽ മുതൽ വിറകുണ്ടു. ചെകുത്താൻ. അഗ്നിയുടെ ചുണ്ടിൽ അത് കേൾക്കെ പുഞ്ചിരി വിരിഞ്ഞു. ആരാടാ നീ? നിനക്ക് നിന്റെ ജീവൻ വേണമെങ്കിൽ ഇവളെവിടെ വിട്ടിട്ട് പോകാൻ നോക്ക്. വെറുതെ ഞങ്ങളുടെ മുന്നിൽ തടസ്സം നിൽക്കുന്നത് നിനക്ക് നന്നായിന്ന് വരില്ല. ആണോ? അഗ്നിയിൽ പുച്ഛം. നീ എന്നെ വെല്ലുവിളിക്കാറായോ? പറഞ്ഞുകൊണ്ട് അവന്റെ പിന്നിലായി നിന്നവരെ ഒന്ന് നോക്കി. സർ സർ ഞങ്ങൾ ആളറിയാതെ, സോറി സർ, ഞങ്ങൾ പൊക്കോളാം. ഇനി ഒരിക്കലും ഒന്നിനു വരില്ല സാർ, ഞങ്ങളെ വെറുതെ വിടണേ സാർ. അവന്മാർ അഗ്നിയുടെ കാലിൽ വീണുകൊണ്ട് കരഞ്ഞു പറയവേ ഭദ്രയോടൊപ്പം തന്നെ ശക്തി നിഖിലും ഞെട്ടിയിരുന്നു. ഡാ, നീയൊക്കെ എന്റെ കാല് മാറുവാണോ? ഹേ, മര്യാദയ്ക്ക് അവളെ പിടിച്ചോണ്ട് വരുന്നതാ നിനക്കൊക്കെ നല്ലത്. അല്ലെങ്കിൽ അറിയാലോ. പെട്ടെന്നുള്ള അവരുടെ ഭാവമാറ്റം ശക്തിയെ ഭയപ്പെടുത്തിയെങ്കിലും ചെറിയൊരു ധൈര്യത്തോടെ അവൻ പറഞ്ഞൊപ്പിച്ചു. നീയൊക്കെ എന്താന്ന് വെച്ച ചെയ്തോ, ഈ ജോലിക്ക് ഞങ്ങൾ ഉണ്ടാകില്ല. അതിന് നീയൊക്കെ തരാമെന്ന് പറഞ്ഞ പണത്തേക്കാൾ ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ ജീവനാണ്. ഞങ്ങളെ വിട്ടേക്ക്. അവർ പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങിയതും ഒന്ന് നിന്നേ. അവന്റെ ഗാംഭീര്യമുള്ള ശബ്ദം പിടിച്ചു കിട്ടിയ പോലെ നിന്നുപോയി അവന്മാർ. അഗ്നി അവളെ സൈഡിലേക്ക് മാറ്റി നിർത്തി. ഇവിടെ നിന്നോണം, ശാന്തമായി അവളോട് പറഞ്ഞ് വലിഞ്ഞു കയറിയ മുഖത്തോടെ അവരുടെ മുന്നിൽ വന്നു നിന്നു. എന്തായാലും ഒരു നിമിഷമെങ്കിലും നിനക്കൊക്കെ തോന്നിപ്പോയല്ലോ ഇവളെ ഉപദ്രവിക്കാൻ. അതിന് എന്റെ വക ചെറിയൊരു സമ്മാനം വേണ്ടേ? വേണ്ടേ? അത് തരാതെ എങ്ങനാ? തന്റെ കണ്ണിനെ മറിച്ച് സ്പെക്സ് ഊരി ഷർട്ടിലിട്ടുകൊണ്ട് പറയവേ അവർ അവന്റെ കാപ്പിക്കണ്ടുകളുടെ ചുമപ്പിലേക്ക് പേടിയോടെ നോക്കി നിന്നു. പിന്നെ പേടിയോടെ വേണ്ടെന്ന രീതിയിൽ തലയാട്ടി. വേണ്ടേ? വല്ലാത്തൊരു ഭാവത്തിൽ അവരുടെ കൂട്ടത്തിൽ ഒരുത്തന്റെ ബെൽറ്റ് വലിച്ചൂരിയിരുന്നു അഗ്നി. ആ ബെൽറ്റ് അവരിൽ ഉയർന്നു താഴാൻ അധികം സമയം വേണ്ടി വന്നില്ല. ആ ബെൽറ്റ് അവരിൽ ഉയർന്നു താഴ്ന്നു. അവർ എതിർത്തില്ല. അലറി കരഞ്ഞിരുന്നു വേദന കൊണ്ട്. മിണ്ടി പോകരുത്. അഗ്നിയോട് ശബ്ദം ഉയർന്നതും ഒന്നും മിണ്ടാതെ മുട്ടുകുത്തി ഇരുന്നു പോയി അവന്മാർ. എതിർത്താൽ അടുത്തത് അവൻ എന്താണ് ചെയ്യുന്നതെന്നറിയാം. അതിനാൽ അവർ അനങ്ങിയില്ല. ഭദ്ര പേടിയോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു. മുന്നിൽ പ്രേതത്തെ കണ്ട ഭാവത്തിൽ നിൽക്കുന്ന ബാക്കി രണ്ടെണ്ണത്തെ അവൻ പുച്ഛത്തോടെ നോക്കി. എഴുന്നേറ്റ് പോടാ. അവന്റെ അലർച്ച കേട്ടതും ഉള്ള ജീവനം കൊണ്ട് ഓടിപ്പോയിരുന്നു അവന്മാർ. എന്താടാ, ഇവളെ വേണ്ടേ? കൊണ്ടുപോടാ, ഞാനൊന്ന് കാണട്ടെ പറഞ്ഞുകൊണ്ട് അവളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരുടെ മുന്നിലേക്ക് തള്ളിക്കൊണ്ട് പോടാ.
അവന്റെ ശാന്തതയായിരുന്നു. അവൾ അവന്റെ പേടിയോടെ പിന്നിലൂടെ നോക്കിയതും ഒന്നുമില്ലെന്ന് കണ്ണു ചിമ്മി കാണിച്ചവൻ. വാടാ, വന്നിവളെ എന്റെ കൺമുന്നിൽ നിന്ന് കൊണ്ടുപോകാമെങ്കിൽ കൊണ്ടുപോടാ, ഞാനൊന്ന് കാണട്ടെ. വലിഞ്ഞു കയറിയ മുഖത്തോടെ അവൻ പറയവേ മുന്നിൽ നിന്ന് നികിയും ശക്തിയും ഒരുപോലെ വിറച്ചുപോയി. മുന്നിൽ സർവ്വതം ചുട്ടരിക്കാൻ പാകത്ത് നിൽക്കുന്നവൻ, കാപ്പിക്കണ്ണുകളിൽ ചുവപ്പ്. ഇത്ര അവന്മാരെ ഒതുക്കിയിട്ടും അവനിൽ ഒരു ക്ഷീണം പോലും അവർ കണ്ടില്ല. ദേഷ്യത്തിൽ അവന്റെ കഴുത്തിലും കയ്യിലും ഞരമ്പുകൾ ഒരുപോലെ ഉയർന്നു നിന്നിരുന്നു. എങ്കിലും അവർ പിന്തിരിയാൻ തയ്യാറല്ലായിരുന്നു. അവൻ ഒന്നെങ്കിലും കൊടുത്തില്ലെങ്കിൽ അത് തങ്ങൾക്ക് തന്നെ ഒരു അപമാനമാകും എന്നവർ ചിന്തിച്ചു. ഭദ്ര മാറി നിൽക്ക് പറഞ്ഞുകൊണ്ട് അവളെ വലിച്ച് പുറകിലേക്ക് ചേർത്ത് പിന്നെയും അവരുടെ അടുത്തേക്ക് നടന്നവൻ. നികി അവന്റെ നേരെ വന്നതും അവന്റെ വലത് കൈ മടക്കി ഊക്കോടെ നികിയുടെ കവിളിൽ പതിഞ്ഞിരുന്നു. എന്തൊക്കെയോ പൊട്ടുന്ന സൗണ്ട് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞിരുന്നു. അതോടൊപ്പം കൊഴുത്ത ചോര പുറത്തേക്ക് വന്നു. ആകെ ഒരു പകപ്പായിരുന്നു അവന്. ഒരെണ്ണം തന്നപ്പോഴേ ഇങ്ങനെ ക്ഷീണിച്ചാൽ എങ്ങനാ പറഞ്ഞുകൊണ്ട് അവനെ പൊക്കിയെടുത്ത് നേരെ നിർത്തി. അടുത്ത നിമിഷം കിട്ടിയ ചവിട്ടിൽ മുകളിൽ നിന്ന് താഴേക്ക് വീണിരുന്നു നികി. ആ നിമിഷം സംഭവിച്ചത് ഇത്ര മാത്രം. ഒറ്റ ചവിട്ടിൽ നികി തെറിച്ച് മാളിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണിരുന്നു. മുന്നിൽ പ്രേതത്തെ കണ്ട പോലെ പകച്ചുപോയി ഭദ്രയെ ശക്തിയും. അവൾ പേടിയോടെ ഒരടി പിറകിലേക്ക് നീങ്ങി നിന്നു. ഭദ്രേ, അതൊരലർച്ചയായിരുന്നു. അവൾ വിറച്ച് അവന്റെ അടുത്തേക്ക് വന്നു നിന്നു. നിനക്ക് എന്തെങ്കിലും കൊടുക്കണോ? അവന്റെ ചോദ്യത്തിൽ അവൾ സംശയത്തോടെ അവനെ ഉറ്റുനോക്കി. നിനക്കിവന് ഒന്ന് കൊടുക്കാൻ പറ്റുമോ എന്ന്. ശാന്തമായിരുന്നു അവന്റെ വാക്കുകൾ. അവൾ അവനെ തന്നെ നോക്കി നിന്നുപോയി. മുൻപൊങ്ങ കണ്ടു മറന്ന മുഖം, പക്ഷെ ആര് അതുമാത്രം അറിയില്ലായിരുന്നു. അവന്റെ കണ്ണുകളിലേക്ക് അവൾ ഒരു നിമിഷം ആഴ്ന്നിറങ്ങിപ്പോയി. പിന്നെ അസ്വസ്ഥമായ മനസ്സോടെ മുഖം തിരിച്ചു കളഞ്ഞു. കൊടുക്കടി. അതൊരലർച്ചയായിരുന്നു. മാളിൽ അവന്റെ ശബ്ദം ഇടിമുഴക്കം പോലെ പ്രതിധ്വനിച്ചു. അത് കേൾക്കെ അവളുടെ കൈ യൂക്കോടെ ശക്തിയിൽ പതിഞ്ഞിരുന്നു. ആ നിമിഷം തന്നെ ലിഫ്റ്റ് ഓപ്പൺ ആയതും രണ്ടുപേർ പുറത്തേക്ക് ഇറങ്ങിയതും ഒരുമിച്ചായിരുന്നു. മുന്നിൽ ചെകുത്താൻ ഭാവത്തിൽ നിൽക്കുന്ന അഗ്നിയെ കാണവേ ഡെവി പോലും ഒന്ന് വിറച്ചുപോയി. ജയ്ക്ക് അവളുടെ പ്രവൃത്തി നേരെ സന്തോഷം തോന്നിയെങ്കിലും പെട്ടെന്നെന്തോ ഓർത്ത പോലെ മുഖം ദേഷ്യത്തിൽ ചുവന്നു തുടുത്തിരുന്നു. ഇത്രയും നേരം അവളെ കാണാത്ത വേദന ആ നിമിഷം ദേഷ്യമായി പുറത്തേക്ക് വരുമ്പോൾ അവൻ അതേ ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് നടന്നതും അഗ്നി അവനെ ദേഷ്യത്തോടൊന്ന് നോക്കി കൈ ഉയർത്തി തടഞ്ഞിരുന്നു. ആ നിമിഷം അവിടെ നിന്നോണ നീ, ജയ്യോട് താക്കീതുപോലെ പറഞ്ഞുകൊണ്ട് അവന്റെ നോട്ട ശക്തിയിലേക്ക് പോയി. ജയ്ക്ക് അവന്റെ നീക്കം ദേഷ്യമാണ് തോന്നിയത്. തന്റെ പെണ്ണല്ലേ എന്നൊരു ഭാവം അവന് നിറഞ്ഞു നിന്നു. പക്ഷേ ഇപ്പൊ ഒന്നും വേണ്ട. അഗ്നി ഇല്ലായിരുന്നെങ്കിൽ അതോർക്കവേ അഗ്നി തടയാൻ തോന്നിയില്ല. നിനക്കെന്നെ മനസ്സിലായി കാണുമല്ലോ. വല്ലാത്തൊരു ഭാവത്തോടെ ശക്തിയെ നോക്കി പറഞ്ഞതും ശക്തി ജയയെയും അഗ്നിയെയും മാറി മാറി നോക്കി. ഒരുപോലെയുള്ള രണ്ടുപേർ അങ്ങനെ തോന്നിപ്പോകും ഒറ്റ നോട്ടത്തിൽ. ഹെയർ സ്റ്റൈൽ മുതൽ ടാറ്റു വരെ ഒരുപോലെ, പക്ഷെ മുഖത്ത് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. പക്ഷെ രണ്ടുപേരും ഒന്നിനൊന്ന് ഒരുപോലെയാണ്. ശക്തിയിൽ ഉള്ള ധൈര്യം പോലും ആ നിമിഷം ശേഷിച്ചുപോയി. ഇതെല്ലാം കണ്ടു നിന്ന ജിത്തിൽ ഒരു നിമിഷം ഞെട്ടൽ ഉളവാക്കി. ഇവരിൽ നിന്ന് ഇവളെ കൊണ്ടുപോകുക അത് അസാധ്യമാണ്. അവന് നിരാശ പടർന്നു. അതുപോലെ തന്റെ പേര് ഇവൻ പറയുമോ എന്നൊരു പേടി അവനിൽ ഉളവാക്കി. പറയട പന്ന മോനെ, എന്തിന് ഇവളെ തേടി വന്നത്? അവന്റെ വായിൽ നിന്ന് വന്ന ആ വാക്കുകൾ കേട്ട് ഭദ്ര നിന്നിടത്ത് നിന്ന് ഒന്ന് വിറച്ചുപോയി. പിന്നെ ചെവി രണ്ടും തന്റെ കയ്യിൽ പൊത്തിപ്പിടിച്ചു പോയി. ജയ് നോക്കി കാണുമായിരുന്നു അവന്റെ ദേഷ്യം. അപ്പോൾ ഇപ്പോഴും അവന്റെ ഉള്ളിൽ ഭദ്ര, അങ്ങനെ ഒരു സംശയം അവനില്ലാതില്ല. ഭദ്ര പേടിയോടെ ജയെ ഒന്ന് നോക്കി. അപ്പൊ തന്നെ നോട്ടം മാറ്റിക്കളഞ്ഞു. അവിടെ അഗ്നിയേക്കാൾ ഭയാനകമായിരുന്നു അവന്റെ മുഖം. പേടിച്ചിട്ട് തൊണ്ടയിൽ നിന്ന് ഉമ്മനീർ താഴേക്ക് ഇറങ്ങാത്ത അവസ്ഥ. അവൾ ഡെവിയെ ഒന്ന് നോക്കി. ഇതുവരെ ഇല്ലാത്ത ഭാവമായിരുന്നു അവനിൽ. അവിടെയും തരക്കേടില്ലാത്ത ദേഷ്യം തന്നെയാണ്. അവൾക്കത് മനസ്സിലായി. ഒന്നും വേണ്ടായിരുന്നു. പല പ്രാവശ്യം അവളുമാരോട് പറഞ്ഞതാ. എന്നിട്ടും അവൾ ഒന്ന് നിശ്വസിച്ചു. പറട പുന്നാര മക്കളെ, നിന്നൊക്കെ ആരെങ്ങോട്ട് അയച്ചത്? എനിക്കെന്നല്ല, ഈ നിൽക്കുന്ന രണ്ടുപേർക്ക് നല്ല വെടിപ്പായി അറിയാം ആരാണെന്ന്. പക്ഷേ ഈ നിൽക്കുന്നവൾക്ക് അതറിയില്ല. അവളൊന്ന് അറിയിക്കണമല്ലോ. അഗ്നി ഭദ്രയെ നോക്കി പറയവേ, സാർ ഒന്നും ചെയ്യല്ലേ, ഞാൻ പറയാ. എങ്കിൽ എന്തിനാണ് എത്ര താമസം? എന്തിനു വേണ്ടി? ആര് പറഞ്ഞിട്ട്? അഗ്നി വീണ്ടും ചോദിച്ചു. മംഗലത്ത് തറവാട്ടിൽ ശ്രീജിത്ത് മാധവന് പറഞ്ഞിട്ടാണ് സാറേ ഞാൻ ഈ പെണ്ണിനെ തേടി വന്നത്. വേറെ ഒന്നും എനിക്കറിയില്ല സാറേ. എന്നെ വെറുതെ വിടണം പ്ലീസ്. അയാൾ കരഞ്ഞു പോയിരുന്നു. അപ്പോഴാണ് ബില്ലടിക്കാൻ പോയവളുമാർ അവിടേക്ക് വന്നത്. അവിടുത്തെ കാഴ്ച കണ്ട് ചലിക്കാൻ മറന്ന് നിന്നുപോയി അവരും. ജയ്! അഗ്നി ജയെ വിളിച്ച് അവനെ തിരിഞ്ഞൊന്ന് നോക്കി. കാര്യം മനസ്സിലായ പോലെ ഒരു ചെറിയ ചിരിയാൽ അവൻ ശക്തിയുടെ മുന്നിലേക്ക് നടന്നു വരുന്നത് കണ്ടതും ചെകുത്താനെയും അസുരനെയും ഒരുപോലെ കണ്ട നിമിഷം
ആ നിമിഷം ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. പക്ഷെ വൈകിപ്പോയി. തന്റെ മരണം അയാൾ മുന്നിൽ കണ്ടിരുന്നു. ആ നിമിഷം ജയയുടെ വലിഞ്ഞു കയറിയ മുഖത്തേക്ക് ഒരു തവണ നോക്കാൻ മാത്രമേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ. പിന്നെ അയാൾ വായുവിലൂടെ ഉയർന്ന് പിന്നെ താഴേക്ക് പതിക്കുന്നത് പോലെ തോന്നിപ്പോയി. മാൾ ഒരു നിമിഷം നിശ്ചലമായി. മുകളിൽ നിന്ന് താഴേക്ക് പതിച്ചവൻ ഇനി ജീവിതത്തിലേക്ക് തിരികെ വരുമോ? ഭദ്ര കണ്ണുമിടിച്ച് നോക്കി നിന്നുപോയി. അയാളുടെ നെഞ്ചിലേക്ക് ഒരു ചവിട്ട് അത്രയും കണ്ടുള്ളൂ. ഗ്ലാസ് വാളിലൂടെ പിന്നെ തെറിച്ച് താഴേക്ക്. അത് കണ്ടതും നിമ്മിയും മനു വിസിലടിച്ചു പോയി. മുന്നിൽ അത്രയും വലിയ സംഭവം നടന്നിട്ടും ഇമ്മാതിരി കണ്ണിന് കുളിർമയേകുന്ന ഫൈറ്റ് സ്വപ്നങ്ങളിൽ മാത്രം. ആ അവസ്ഥയിലും അവർ അതാണ് ചിന്തിച്ചത്.